അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ 4ാം തരത്തിലേക്ക് തയ്യാർ ചെയ്ത മസാൽ ഫിഖ്ഹിന്റെയും വർക്ക് ബുക്കിന്റെയും 11ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. സുജൂദ് സഹ്വ്, സഹ്വിന്റെ സുജൂദ് എന്നാണ് ഹെഡിങ്, അഥവാ മറന്നാലുള്ള സുജൂദ്. നിസ്കാരത്തില് അബാദ് സുന്നത്തുകൾ, ഹൈആത്ത് സുന്നത്തുകൾ എന്നിങ്ങനെ 2 സുന്നത്തുകളാണുള്ളത്. അബാദ് സുന്നത്തുകൾ എന്ന് പറയുന്നത് 7 സുന്നത്തുകളാണ്. ആ 7 കാര്യങ്ങളൊന്ന് മറന്നുപോയാൽ സലാം വീട്ടുന്നതിന് അല്പം മുമ്പ് 2 സുജൂദ് ചെയ്യണം. ഇതിനാണ് സുജൂദ് സഹ്വ് എന്ന് പറയുന്നത്. എന്നാൽ ഈ 7 കാര്യങ്ങളല്ലാത്ത മറ്റു സുന്നത്ത്, ഉദാഹരണമായി സൂറത്ത് ഓതുക, വജ്ജഹത്ത് ഓതുക തുടങ്ങിയ കാര്യങ്ങൾ മറന്നുപോയാൽ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടുകയില്ല. സഹ്വിന്റെ സുജൂദ് ഇല്ല എന്നതാണ് നിയമം. ഇനി നമുക്കൊന്ന് വായിക്കാം. എന്തിനാണ് സലാമിന് മുമ്പ് സുജൂദ് ചെയ്തത്? സുബ്ഹി നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ഉമ്മയോട് ഖദീജ ചോദിച്ചു. കുനൂത്ത് മറന്നത് കൊണ്ടാണ് 2 സുജൂദ് ചെയ്തത്. ഉമ്മ പറഞ്ഞു. കുനൂത്ത് മറന്നാൽ നിസ്കാരം ശരിയാവുമോ? ഖദീജ ചോദിച്ചു. ഉമ്മ: നിസ്കാരം ശരിയാവും. കുനൂത്ത് അബാദ് സുന്നത്തിൽപ്പെട്ടതാണ്. അബാദ് സുന്നത്ത് ഒഴിവായാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ഏതൊക്കെയാണ് അബാദ് സുന്നത്തുകൾ? ഖദീജ ചോദിച്ചു. അബാദ് സുന്നത്തുകൾ 7 എണ്ണമുണ്ട്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ സലാം വീട്ടുന്നതിന്റെ അല്പം മുമ്പ് 2 സുജൂദ് ചെയ്യണം. ഇതിനാണ് എന്ത് പറയുന്നത്? സുജൂദ് സഹ്വ് എന്ന് പറയുന്നത്. സുജൂദ് സഹ്വ് എന്ന് പറയുന്നു. ഇനി 7 അബാദ് സുന്നത്തുകൾ പറയാണ്. ഒന്നാമത്തത് ഏതാണ്? ഒന്നാമത്തെ തഹിയ്യാത്ത്. ആദ്യത്തെ തഹിയ്യാത്താണ് ഒന്നാമത്തെ അബാദ്. രണ്ടാമത്തത് ഒന്നാമത്തെ തഹിയ്യാത്തിന് ശേഷമുള്ള സ്വലാത്ത്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് എന്ന സ്വലാത്താണ് അത്. മൂന്നാമത്തെ കാര്യം ഒന്നാമത്തെ തഹിയ്യാത്തിനും സ്വലാത്തിന് ഇരിക്കല്. 4 സുബ്ഹിലും റമളാൻ അവസാന പാതിയിലെ വിത്റിലുമുള്ള ഖുനൂത്ത്. ഖുനൂത്ത് റമളാനിലും അല്ലാത്തപ്പോഴും ഉണ്ട്. പക്ഷെ റമളാനിലെ വിത്റിൽ മാത്രമേ എന്തുള്ളൂ? ഖുനൂത്ത് സുന്നത്തുള്ളൂ. ആ ഖുനൂത്താണ് ഇവിടെ പറയുന്നത്. 5ാമത്തെ കാര്യം ഖുനൂത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കുടുംബത്തിന്റെ മേലുള്ള സ്വലാത്ത്, അഥവാ വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദ് നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ സ്വലാത്താണ് ഈ പറയുന്നത്. ഇത് എന്താണ്? അബാദ് സുന്നത്തിൽപ്പെട്ടതാണ്. 6ാമത്തത് ഖുനൂത്തിനും സ്വലാത്തിനും നിൽക്കൽ. 7 അവസാന തഹിയ്യാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് വേണ്ടിയുള്ള സ്വലാത്ത്. വഅല ആലി സയ്യിദിന മുഹമ്മദ്. ഈ വഅല ആലി എന്നുള്ളതാണ് കുടുംബത്തിന് സ്വലാത്ത്. അതാണെന്ത്? അബാദ് സുന്നത്ത്. അതിന്റെ മുന്നുള്ള അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന സ്വലാത്ത് അവസാന തഹിയ്യാത്തിൽ നിസ്കാരത്തിന്റെ ഫർളാണ്. അത് ഒഴിവാക്കി നിസ്കാരം തന്നെ ബാത്തിലാകും. അതിന്റെ ശേഷമുള്ള വഅല ആലി മുഹമ്മദ് എന്നതാണെന്ത്? അബാദ് സുന്നത്ത്. അത് ഒഴിവാക്കിയാലാണ്, അത് മറന്നുപോയാലാണ് ചെയ്യേണ്ടത്? സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടത്. നിസ്കാരം ബാത്തിലാകൂല, പക്ഷെ സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ട്. ഖദീജ: റുകൂഇലും സുജൂദിലും മറ്റും ചൊല്ലുന്ന ദിക്റുകൾ അബാദ് സുന്നത്തിൽ പെടുമോ? ഉമ്മ: ഇല്ല, അത് ഹൈആത്ത് സുന്നത്തുകളാണ്. അവ മറന്നാൽ സഹ്വിന്റെ സുജൂദില്ല. ഇനി അപ്പുറത്തെ പേജ് നോക്കൂ. നെക്സ്റ്റ് പേജ്. ഉമ്മയും മകളും നിസ്കാര ശേഷമുള്ള ദിക്റുകൾ ചൊല്ലി ഉമ്മ ദുആ ചെയ്തു. ഖദീജ ആമീൻ പറഞ്ഞു. ഇനി ബോക്സ് നോക്കൂ. സുജൂദ് സഹ്വി ഖുബൈല സലാം. സലാമിന്റെ തൊട്ട് മുമ്പാണ് സുജൂദ് സഹ്വ്. മറക്കുക എന്ന് ഇംഗ്ലീഷ് പറയാം. ടു ഫോർഗെറ്റ്. തൊട്ട് മുമ്പ്, ജസ്റ്റ് ബിഫോർ. ദഫ്തർ തലത വർക്ക് ബുക്ക് നോക്കി ദീപാത്തുകൾ നമുക്കൊന്ന് വായിക്കാം. ഒന്നാമത്തെ വർക്ക് എന്താണ്? നുജീബ്, ഉത്തരദാനാണ്. ചോദ്യം 1. സജൂദ് സഹ്വ് എന്നാൽ എന്ത് എന്നാണ് ചോദ്യം.
എന്താണ് ഉത്തരം? അബാദ സുന്നത്തുകൾ 7 എണ്ണമുണ്ട്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ സലാം വീട്ടുന്നതിന്റെ അല്പം മുമ്പ് 2 സുജൂദ് ചെയ്യണം. ഇതിന് സുജൂദ് സഹ്വ് എന്ന് പറയുന്നു. ചോദ്യം 2. തുടർച്ചയായി എത്ര ചലനമുണ്ടായാൽ നിസ്കാരം ബാത്തിലാകും? 3 ചലനം. മൂന്നാമത്തെ ചോദ്യം, അബആദ് സുന്നത്തുകളും ഹൈആദ് സുന്നത്തുകളും തമ്മിലുള്ള വ്യത്യാസമെന്ത്? അബആദ് സുന്നത്ത് ഒഴിവായാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ഹൈആദ് സുന്നത്തുകൾ മറന്നാൽ സഹ്വിന്റെ സുജൂദ് ഇല്ല. നാലാമത്തെ ചോദ്യം, ഖുനൂത്ത് ഓതേണ്ട സന്ദർഭങ്ങൾ ഏതെല്ലാം? സുബ്ഹിലും റമളാൻ അവസാന പാതിയിൽ വിത്റിലുമുള്ള ഖുനൂത്ത്. അഞ്ചാമത്തെ ചോദ്യം, ഖുനൂത്ത് ഓതാൻ മറന്നാൽ എന്തു ചെയ്യണം? സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ആറാമത്തെ ചോദ്യം, ഹൈആദ് സുന്നത്തുകൾക്ക് 3 ഉദാഹരണങ്ങൾ എഴുതാം. 1 വജ്ജഹത്തു, 2 സൂറത്ത്, 3 റുക്ഉഇലെ ദിക്റുകൾ. ഇനി 7ാമത്തെ ചോദ്യം, ഖുനൂത്തിന് ശേഷമുള്ള സ്വലാത്ത് എഴുതുക. എന്താണ് സ്വലാത്ത്? വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇനി 2ാമത്തെ വർക്ക് നക്തു മുദക്കിറ, ഒരു കുറിപ്പ് എഴുതാനാണ്. എന്താണ് ചോദ്യം? അബആദ് സുന്നത്തുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അബആദ് സുന്നത്തുകൾ 7 എണ്ണമുണ്ട്. 1 ഒന്നാമത്തെ തഹിയ്യാത്ത്, 2ാമത്തത് ഒന്നാമത്തെ തഹിയ്യാത്തിന് ശേഷമുള്ള സ്വലാത്ത്, 3 ഒന്നാമത്തെ തഹിയ്യാത്തിനും സ്വലാത്തിനും ഇരിക്കൽ, 4 സുബ്ഹിലും റമളാൻ അവസാന പാതിയിലെ വിത്റിലുമുള്ള ഖുനൂത്ത്, 5 ഖുനൂത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും കുടുംബത്തിന്റെ മേൽ സ്വലാത്ത്, 6 ഖുനൂത്തിനും സ്വലാത്തിനും നിൽക്കൽ, 7 അവസാന തഹിയ്യാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് വേണ്ടിയുള്ള സ്വലാത്ത്. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധി വിവേകം നൽകാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.